ഹലോ, വെൽക്കം ടു സർവീസ് നിയർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഷോപ്പ് സർവീസ് നിയറിൽ ഒരു ഷോപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സർവീസ് നിയറിൽ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഫ്ലോ ആണ്. സോ അതിന് വേണ്ടിയിട്ട് ലോഗിൻ ചെയ്ത ശേഷം ഈ മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് മോർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ യൂസർ മാനേജ്മെൻറ്റിൽ ആഡ് യൂസർ കാണാനായിട്ട് സാധിക്കും. ആഡ് യൂസർ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഒരു യൂസറിനെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോം. സോ നമുക്കിവിടെ ഒരു യൂസറിനെ ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നെയിം കൊടുക്കുക. ലാസ്റ്റ് ടൈം മാൻഡറ്ററി അല്ല, വേണമെങ്കിൽ കൊടുക്കാം. ആൻഡ് ഫോൺ നമ്പർ ആയിരിക്കും നമ്മുടെ യൂസർ നെയിം ആയിട്ട് എടുക്കുക. സോ ഞാൻ ഇവിടെ ഒരു ഡമ്മി നമ്പറാണ് കൊടുക്കുന്നത്. ഡെസിഗ്നേഷൻ കൊടുക്കാം. ഇമെയിൽ കൊടുക്കാം. ഡമ്മി മെയിലാണ്. ആൻഡ് അഡ്രസ്സ് കൊടുക്കാം. സ്റ്റേറ്റ് ആൻഡ് കൺട്രി ആൻഡ് പിൻകോഡ്. സോഷ്യൽ മീഡിയ ലിങ്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ശേഷം യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം ഫോൺ നമ്പർ തന്നെയാണ്. ശേഷം പാസ്വേഡ് കൊടുക്കുക. സേവ് കൊടുക്കുക. സോ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. യൂസറിനെ ക്രിയേറ്റ് ചെയ്ത ശേഷം യൂസർ ലിസ്റ്റിലോട്ടാണ് നേവിഗേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളി ആഡ് ചെയ്തിട്ടുള്ള യൂസർ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് സർവീസ് നിയറിൽ ഒരു യൂസറിനെ ആഡ് ആക്കുന്നത്. നമ്മളിവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിൻ്റെ ഡീറ്റെയിൽ പേജിലോട്ടും പോകാവുന്നതാണ്. ഇവിടെ നമുക്ക് പ്രിവിലേജസ് ഒക്കെ ആഡ് ചെയ്യാം. സോ ഇങ്ങനെയാണ് സർവീസ് നിയറിൽ ഒരു യൂസറിനെ ആഡ് ചെയ്യുന്നുള്ള ഫ്ലോ. താങ്ക് യു.